ചൈനീസ് ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു കിടിലൻ റോഡ് ട്രിപ്പ് സ്റ്റോറി. പ്രണയവും അതിലുപരി സസ്പെൻസും നിറഞ്ഞ ലവ് ജേണി എന്ന ഡ്രാമയാണ് നമ്മൾ ഇന്നു മുതൽ കാണുന്നത്. ഷാങ്ഹായ് മുതൽ ഷാങ്ഗ്രില വരെയുള്ള മനോഹരമായൊരു യാത്രയും അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു രഹസ്യവുമാണ് ഈ കഥയുടെ കാതൽ. ഇതിലെ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയുണ്ട്, ഈ കഥയിലെ വില്ലൻ ആരാണ്, നമുക്ക് നോക്കാം. ചൈനയിലെ ഷാങ്ഹായ് നഗരം, അവിടെ പല കലാവസ്തുക്കളുടെയും ലേലം നടക്കുകയാണ്. അതിലെ മുഖ്യ ആകർഷണം പ്രശസ്തനായ മോഡേൺ പെയിൻറ്റർ ചൂവിൻ്റെ ബേബി എന്ന മനോഹരമായൊരു പെയിൻറ്റിംഗ് ആണ്. ലേലം നടക്കുന്ന ഹോട്ടലിന് പുറത്തായി ഒരു പോലീസ് വാഹനമുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന വീസൽ എന്ന പ്രതിയെ പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അയാൾ ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഇന്നിവിടെ വരുമെന്ന് പോലീസുകാർക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ ടിയാൻ. ആളൊരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണ്. അവനിപ്പോൾ ഒരു ഹോട്ടൽ ബോയിയുടെ വേഷത്തിൽ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അവിടെ നിൽക്കുവാണ്. അവിടേക്ക് പെയിൻറ്റർ ചൂവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വരുന്നു. ഇയാളുടെ പെയിൻറ്റിംഗ് ആണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്. അവരെ ചുറ്റി വളഞ്ഞുകൊണ്ട് മീഡിയക്കാർ പല ചോദ്യങ്ങളും ചോദിക്കും. നിങ്ങളുടെ പെയിൻറ്റിംഗ് ബേബിയിലെ ആ പെൺകുട്ടി ആരാണ്? അപ്പോഴേക്ക് സുന്ദരിയായ നമ്മുടെ നായിക ലിലി അവിടെ വന്നിറങ്ങുന്നു. ഞാൻ എൻ്റെ ഇമാജിനേഷനും സ്കില്ലും ഉപയോഗിച്ചാണ് ഓരോ ആർട്ടും ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന്, പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത്? കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സമ്മതിക്കാതെ ചൂവിൻ്റെ ഭാര്യ അയാളെ വിളിച്ചുകൊണ്ട് പോകും. ലിലിയുടെ കൂടെ വേറൊരാൾ കൂടെയുണ്ട്. അവർ രണ്ടും ലേലം നടക്കുന്നിടത്തേക്ക് പോകും. ഇവളെ നമുക്ക് ഈ കഥയിലെ സെക്കൻഡ് ഹീറോയിൻ എന്ന് പറയാം. ആളുടെ ജോലി തന്നെ അവളുടെ ചുറ്റും നടക്കുന്ന സകല കാര്യങ്ങളും ലൈവ് സ്ട്രീം ചെയ്യുകയാണ്. ഹലോ, ഞാൻ നിങ്ങളുടെ ഷ്യ. ഞാൻ ഇന്ന് ഒരുപാട് ആർട്ട് വർക്കുകളുടെ ലേലം നടക്കുന്ന ഹോട്ടലിലാണുള്ളത്. മോഡേൺ പെയിൻറ്റർ ചൂവിൻ്റെ മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ആണ് ഇന്ന് ലേലം ചെയ്യപ്പെടുന്നത്. അതാരാണ് വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ എക്സൈറ്റിംഗ് ന്യൂസുമായി ഞാൻ വരാം. ഇപ്പോൾ ലിലിയും അവളുടെ ബോസും ലേലം നടക്കുന്ന ഹാളിലെത്തി. അവരെ പെയിൻറ്റിങ് നോക്കുവാണ്. അവൾ മനസ്സിൽ ചിന്തിക്കും, ഇത് ഞാനാണ് ഈ പെയിൻറ്റിങ്ങിലെ പെൺകുട്ടി. ഇത് എൻ്റെ അച്ഛൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഡൽ. ഇപ്പോൾ പെയിൻറ്റർ ചു ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് വരും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ പെയിൻറ്റിങ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന്, പക്ഷേ നീ എന്നോട് ചോദിക്കാതെ സ്വയം തീരുമാനം എടുക്കുമല്ലേ? അത് വലിയ സംഭവമൊന്നുമല്ല. ഒരു ആർട്ടിസ്റ്റും സ്വന്തം മാസ്റ്റർ പീസ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല. ഇതേ സമയം ലേലം തകൃതിയായി നടക്കുവാണ്. മറ്റ് പല പുരാവസ്തുക്കളും കൊണ്ടുവരികയും ഓരോരുത്തരായി അത് ലേലം വിളിച്ച് വാങ്ങുകയുമാണ്. ഇപ്പോൾ നെറ്റിയിൽ വെട്ടുകൊണ്ട പാടുള്ള ഒരു ചോട്ടാ ഗുണ്ടാത്തലവനെ കാണിക്കും. കുറച്ച് ശിങ്കിടികൾ അയാളുടെ അടുത്തേക്ക് ചെല്ലും. ആരാ പെയിൻറ്റിങ് വാങ്ങുന്നതെന്ന് പോയി അന്വേഷിക്കാൻ അയാൾ അവരോട് പറയും. ഇത് കണ്ട് സംശയം തോന്നിയ ടിയാൻ ചെറിയൊരു സ്പൈ ക്യാമറയും കയ്യിലെടുത്ത് അവരുടെ പുറകെ ചെല്ലും. ഇപ്പോൾ ഷിയ ഫോണും പിടിച്ച് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് പറയും, ഹലോ, ഞാനിപ്പോൾ ലേലം നടക്കുന്ന ഹാളിന് പുറത്താണുള്ളത്. വാശിയേറി വിളികളാണ്. ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി അവളെ തടയും. നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ കഴിയില്ലെന്ന് പറയും. അതെന്താ? ഉള്ളിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഈ ഹോട്ടൽ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ് പ്രൊമോഷന് വേണ്ടി. സോറി മിസ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റൂളുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു റൂളും കേട്ടിട്ടില്ല. എൻ്റെ ഫോളോവേഴ്സിനോട് ഞാൻ പ്രോമിസ് ചെയ്തു എനിക്കവരെ നിരാശപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കും. ഇപ്പോഴാണ് ഒരു VIP കാർഡ് നീട്ടിക്കൊണ്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ അങ്ങോട്ട് വരുന്നത്. കെവിൻ, എൻ്റെ പേര് തന്നെയാണ് അവനും. പെയിൻറ്റർ ചൂവിൻ്റെ മകൻ. അവനെ കണ്ടതും ഷിയ നമ്പർ ഇറക്കും. ഹേയ് ഹാൻസം, എനിക്ക് ഉള്ളിൽ പോകണമെന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ? അതിന് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോയെന്ന് അവൻ ചോദിക്കും. ഇല്ല, പക്ഷെ കണ്ടപ്പോൾ തന്നെ നീ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എങ്ങനെയെങ്കിലും ഉള്ളിൽ കിടക്കണം, എന്നെ സഹായിക്കൂ. പക്ഷേ ഉള്ളിൽ ചെന്ന് നീ വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് പ്രോമിസ് ചെയ്യണം. ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്യില്ല, പ്രോമിസ് ചെയ്യുന്നു എന്ന് അവൾ പറയും. ഞാൻ ഏതായാലും ഇതൊന്നും കാണാൻ പോകുന്നില്ല, എൻ്റെ സീറ്റ് എടുത്തു എന്ന് പറഞ്ഞ് അവൾക്ക് ആ കാർഡ് കൊടുത്ത് അവൻ പോകും. ഇപ്പോൾ ലേലം നടക്കുന്നിടത്ത് വിളിച്ചു പറയുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അടുത്തതായി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഐറ്റം മോഡേൺ പെയിൻറ്റർ ചൂവിൻ്റെ വൺ ആൻഡ് ഓൺലി മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ബേബി. അവർ ആ പെയിൻറ്റിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ലിലി കണ്ണിമ വെട്ടാതെ അത് നോക്കി നിൽക്കും. ഓരോരുത്തരായി ചറപറ ലേലം വിളിക്കാൻ തുടങ്ങും. 3 മില്യൺ യുവാൻ, 3.20, 3.80, 4 മില്യൺ. ലിലി 4.50 വിളിക്കും. എല്ലാവരും അതിശയപ്പെടും. ആരെങ്കിലും ഇതിൽ കൂടുതൽ വിളിക്കുന്നുണ്ടോ? അപ്പം വിട്ടുകൊടുക്കില്ല. 5 മില്യൺ പറയും. ലിലി ഒരു നിമിഷം ആലോചിച്ച് 6.50 വിളിക്കും.
ബോസിനാണെങ്കിൽ ടെൻഷനായിട്ട് ഇതിച്ചിരി കൂടുതലല്ലേ, എൻ്റെ പണമാണ് പോകുന്നേ. ലിലി ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കും. ചൂവിൻ്റെ ഭാര്യ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്ന് പറയും, നിങ്ങൾക്കറിയോ ബേബിയുടെ പ്രൈസ് ഇപ്പോൾ എത്രയാണെന്ന്? 6.5 മില്യൺ യുവാൻ. ഇതൊരു തുടക്കം മാത്രമാണ്, നിങ്ങൾ ഇതിനേക്കാളും വാല്യബിളാണ്. നിനക്കറിയില്ല എനിക്ക് ആ പെയിൻറ്റിങ് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. അപ്പൂപ്പൻ 7 മില്യൺ വിളിക്കും. 7 മില്യൺ. ആരെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ടോ? 7.50. ഈ ലേഡി 7.50 വിളിച്ചിരിക്കുന്നത്. അപ്പൂപ്പനും വിട്ടുകൊടുക്കില്ല. 7.80. ഇപ്പോൾ ചൂവിൻ്റെ റൂമിലേക്ക് കെവിൻ വരും. അവൻ വന്ന് ഡാഡ് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. അമ്മ, നിങ്ങൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് കട്ട് ചെയ്തോ? സത്യം പറഞ്ഞാൽ അതെൻ്റെ കാർഡല്ലേ എന്ന് അമ്മ ചോദിക്കും. കാർഡ് കട്ട് ചെയ്തതുകൊണ്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നീ ഇപ്പോൾ ഇവിടെ വരെ വന്നില്ലേ? അമ്മ, നിങ്ങൾ എൻ്റെ കരിയർ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞതല്ലേ. ഇപ്പോൾ എനിക്ക് കുറച്ച് സാമ്പത്തിക സപ്പോർട്ട് വേണം. ഈ ക്രൂഷ്യൽ ടൈമിൽ എന്നെ തള്ളിക്കളയരുത്. നിന്നെ ഞാൻ സഹായിക്കും, പക്ഷേ നമ്മുടെ ബിസിനസ് വിട്ടിട്ട് നീ സ്വന്തമായൊന്ന് തുടങ്ങുന്നതിന് ഞാൻ അംഗീകരിക്കില്ല. അവൻ വീണ്ടും അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ കാർഡ് കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് കെഞ്ചും. അവരാണെങ്കിൽ നീ വന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറയും. വീണ്ടും ലേലം നടക്കുന്നിടത്ത് അപ്പൂപ്പൻ പറഞ്ഞ 7.80 ഫിക്സ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ലിലി 8.50 വിളിക്കും. എല്ലാവരും അത്ഭുതപ്പെട്ട് കൈയടിക്കും. ഷിയ സീക്രട്ടായി എല്ലാം വീഡിയോ പകർത്തുന്നുണ്ട്. 8.50 ഒരു തരം, 8.50 2 തരം, 8.50 3 തരം. ലേലം ഉറപ്പിച്ചു. ലിലിക്ക് ഒരുപാട് സന്തോഷമാവും. ഇപ്പോൾ ടിയാൻ ഗുണ്ടാ ടീമിൻ്റെ പുറകെ ക്യാമറയും പിടിച്ച് നടക്കുവാണ്. ഒരുത്തൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അവനെ പോയി ചെക്ക് ചെയ്യാൻ നേതാവ് പറഞ്ഞു വിടും. ഇത് മനസ്സിലായി ടിയാൻ മെമ്മറി കാർഡ് ഊരിയെടുത്ത് ക്യാമറ വേസ്റ്റ് ബിന്നിലിടും. ഞാൻ ഒരിക്കലും ഈ പെയിൻറ്റിങ് ഇത്ര വലിയൊരു തുകയ്ക്ക് വിൽക്കാനാവുമെന്ന് വിചാരിച്ചില്ല. അത് നല്ലതല്ലേ, ആദ്യ ലേലത്തിൽ തന്നെ 8.5 മില്യൺ യുവാൻ. ഇപ്പോൾ അവിടേക്ക് ഒരാൾ വന്ന് പറയും, മിസ്റ്റർ ഓയാങ് VIP റൂമിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭാര്യ വേഗം മകൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി അയാളുടെ അടുത്തേക്ക് ചെന്ന്, പോകൂ, അധികം ലേറ്റ് ആവണ്ടെന്ന് പറയും. ഇപ്പോൾ ഷിയനെ പിടിച്ച് പുറത്താക്കും. നിങ്ങൾ വേഗം വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് അവർ പറയും. അങ്ങോട്ട് വരുന്ന കെവിൻ കാര്യം അന്വേഷിക്കുമ്പോൾ അവളുടെ ഫോൺ വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്യും. അവളെ വിട്ടയക്കാൻ ആവശ്യപ്പെടും. അവൾക്ക് സന്തോഷമായി ഫോൺ എടുത്ത് ലൈവ് സ്ട്രീം ചെയ്യും. ഫ്രണ്ട്സ്, ഹീസ് മിസ്റ്റർ കെവിൻ, സോ ഹാൻസം. ടിയാൻ്റെ പുറകെ ഗുണ്ടാ ടീം വരുന്നുണ്ട്. എതിരെ ലിലിയും ബോസും വരുന്നു. അവൻ അറിയാതെ ലിലിയെ ഇടിക്കും. നീ എവിടെ നോക്കിയാടാ നടക്കുന്നതെന്ന് ചോദിച്ച് ബോസ് ചൂടാകും. കുഴപ്പമില്ലെന്ന് ലിലി പറയും. അവൻ അവളുടെ ബാഗിലേക്ക് നോക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു പോകുമ്പോൾ ഒരു കൈ വന്ന് അവനെ പിടിക്കും. സ്കോർപിയോൺ ടാറ്റുകാരൻ ചോദിക്കും, നീ ഞങ്ങളെ സീക്രട്ടായി ഫിലിം ചെയ്യുകയായിരുന്നോ? ഏയ് ഇല്ല. ഇല്ലേ, വന്നേ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകും. അവനാണെങ്കിൽ ലിലി ദൂരേക്ക് പോകുന്നത് നോക്കും. പെയിൻറ്റർ ചൂ ഇപ്പോൾ ഓയാങ്ങിൻ്റെ റൂമിലേക്ക് വരുവാണ്. കഴുത്തിൽ മുള്ളുള്ള ബെൽറ്റ് ധരിച്ച ഭീകരനായ ഒരു നായ അവിടെയുണ്ട്. വലിയ ശബ്ദത്തിൽ അവിടെ മ്യൂസിക് വെച്ചിരിക്കുകയാണ്. ചൂ ഭവ്യതയോടെ മിസ്റ്റർ ഓയാങ് എന്ന് വിളിക്കും. അയാൾ മ്യൂസിക് ഓഫാക്കാൻ ആവശ്യപ്പെടും. പതിയെ എഴുന്നേറ്റ് പറയും, എൻ്റെ ബിസിനസ് കാശ് കൊണ്ട് നടക്കുന്നതാ. എന്നെപ്പോലെയുള്ള ബിസിനസ്മാൻമാരുടെ പണം അത്ര ക്ലീൻ അല്ല. ചെറിയ വെളുപ്പിക്കലിന് ശേഷമാണ് ഞങ്ങളത് ഉപയോഗിക്കുന്നത്. മാസ്റ്റർ ചൂ, എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളിപ്പോൾ 8 മില്യൺ ക്ലബിലെ അംഗമാണ്. നിങ്ങളുടെ വാല്യൂ കൂടുന്തോറും എനിക്ക് വേഗം പണം വെളുപ്പിക്കാൻ കഴിയും. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് ഓയാങ് ചിരിക്കും. ടിയാന ഇപ്പോൾ ഗുണ്ടകളെ ഇടിച്ചൊരു പരുവാക്കും. നീ ഫോണും പിടിച്ച് ഞങ്ങളുടെ പുറകെ നടക്കുമല്ലായിരുന്നോ? എന്താ ഫിലിം ചെയ്തേ? വേഗം ഫോൺ കാണിക്കാൻ പറയും. ഷിയ ആണെങ്കിൽ അതും ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു ക്രൈം സീനിനും കൂടെ വിറ്റ്നസ്സായി. ഒരു ഹാൻസം വെയിറ്ററിനെ ഒരു കൂട്ടം ഗുണ്ടകൾ ആക്രമിക്കുവാണ്. അവൻ എന്നാൽ കാമായി തന്നെ നിന്ന് 4 പേരോടും പോരാടുവാണ്. ഇവളി ചെയ്യുന്നത് ഗുണ്ടാ ടീമിലെ വേറൊരുത്തൻ കാണും. സ്കോർപിയോൺ ടിയാൻ്റെ ഫോൺ പരിശോധിക്കും, പക്ഷേ അതിലൊന്നും കാണില്ല. അപ്പോൾ അവിടേക്ക് ഷിയനെ പിടിച്ചുകൊണ്ടുവരും. ഇവള് നമ്മളെ ഷൂട്ട് ചെയ്യുകയായിരുന്നുവെന്ന് പറയും. അവരവളുടെ ഫോൺ പിടിച്ചു വാങ്ങും. അവൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവളുടെ നേരെ കൈയോങ്ങും. ടിയാൻ പെട്ടെന്ന് അയാളുടെ കൈ തടുക്കും. സ്കോർപിയോൺ അന്തം വിട്ട് നോക്കുമ്പോൾ അവൻ, ബ്രോ, നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചെറിയൊരു പെൺകുട്ടി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് വളരെ പാവമായി പറയും. അവരവനെ വീണ്ടും അടിക്കും. ഗുണ്ടാ നേതാവ് അവരെ മുകളിലുള്ള ക്യാമറ കാണിച്ചു കൊടുക്കും. സ്കോർപിയോൺ അവളോട്, പെണ്ണെ, നീ ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് ഡിലീറ്റ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ നിവൃത്തിയില്ലാതെ അവളത് ഡിലീറ്റ് ചെയ്യും.
അവരവളോട് പോകാൻ പറയും. ഇത് കേട്ട ടിയാനും പോകാൻ ഒരുങ്ങുമ്പോൾ അവനെ പിടിച്ചു വെച്ച് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. ഛോട്ടാ നേതാവ് അങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് അന്വേഷിക്കുമ്പോൾ അവൻ്റെ ഫോണിൽ ഒന്നും ഇല്ലായിരുന്നുവെന്ന് അവർ മറുപടി പറയും. ശരി, നിനക്ക് പോകാമെന്ന് പറഞ്ഞ് നടന്ന് അയാൾ തിരിഞ്ഞു വന്നിട്ട് നീയാൾ ഹീറോ ആവാൻ നോക്കിയാ വലിയ പ്രശ്നമാവും, സ്കോർപ്പിയോൺ ആണെങ്കിൽ അരിഞ്ഞു കളയുമെന്ന് ആക്ഷൻ കാണിക്കും. ടിയാൻ ഓർക്കുന്നത് മുമ്പത്തെ കാര്യമാണ്. അവൻ ലിലിയെ പോയി ഇടിച്ചപ്പോൾ അവളുടെ ബാഗിലേക്ക് ആ മെമ്മറി കാർഡ് ഇട്ടിരുന്നു. ഇപ്പോൾ പുറത്ത് കിടക്കുന്ന പോലീസ് വാഹനത്തിൽ മെസ്സേജ് വരും, സർ വീസൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഓർഡർ തരൂ. വീസലിൻ്റെ പുറകെ പോലീസും ഉണ്ട്. അവന് മനസ്സിലായി ഇത്തവണ അവനെ വിട്ടുകളയരുത്. ആക്ഷൻ! ഹെഡ് കമാൻഡ് കൊടുക്കും. വീസലിൻ്റെ മുമ്പിലും പുറകിലുമായി എല്ലാ വഴികളിലും പോലീസ് വരും. ടിയാനും ഇത് കാണുന്നുണ്ട്. ഡോൺ മൂവ് എന്ന് പറഞ്ഞ് പോലീസ് വരുമ്പോൾ അയാൾ ഓടും. വീസലിൻ്റെ കൂടെയുള്ളവരെയെല്ലാം പോലീസ് അടിച്ച് താഴെയിട്ട് വിലങ്ങ് വയ്ക്കും. എന്നാൽ അയാൾ മാത്രം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടും. ഇത് കണ്ട് ടിയാൻ മറ്റൊരു വഴിയെ അവൻ്റെ പുറകെ ചെല്ലും. അവൻ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ വീസൽ അവിടെ നിൽപ്പുണ്ട്. ടിയാന് ഹോട്ടൽ ബോയുടെ വേഷമായതുകൊണ്ട് അയാൾ പ്രതികരിക്കാതെ നിൽക്കും. അവൻ അയാളുടെ പുറകിലൂടെ ചെന്ന് കഴുത്തിൽ കൂരിക്കിട്ട് വലിക്കും. അയാൾ അവൻ്റെ നെഞ്ച് തട്ടി താഴെയിട്ട് പറന്നടിക്കും. വീണ്ടും മുകളിലേക്ക് ഓടി രക്ഷപ്പെടും. അവനും പുറകെ ചെല്ലും. അയാൾ ഓടി ടെറസിൽ ചെന്ന് അവിടെ വെച്ചിരുന്ന ഒരു ബാഗിൻ തോളിലിട്ട് ലോക്ക് ചെയ്യും. ഇതേ സമയം റൂമിൽ ബോസ് പറയും, ലിലി സത്യം പറ, ഇത്തവണ നീ തോറ്റുപോയോ? ഒരുപാട് ആളുകൾ നമ്മൾ തീർന്നു എന്ന് പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. 8.5 മില്യൺ യുവാനാണ്. അവൾ അടുത്തേക്ക് വന്ന് പറയും, മിസ്റ്റർ ഷാവോ, നമ്മൾ ഒരുപാട് കാലമായി സഹകരിക്കുന്നതല്ലേ, ഞാൻ ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയിട്ടില്ലല്ലോ. പക്ഷേ കാശ് എൻ്റെയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് അവൾ പറയും. ടിയാൻ ഓടി ടെറസിലെത്തി അയാളെ അടിച്ച് നിലത്തിടും, പൊതിരത്തല്ലും. അയാളും ചില്ലറക്കാരനല്ല. അയാൾ അവൻ്റെ കൈ തിരിച്ച് ഓടിച്ച് കാല് പിടിച്ച് അവനെ കറക്കി എറിയും. അവനും എഴുന്നേറ്റ് അയാളെ അടിക്കും. അവർ തമ്മിൽ പൊതിരെ ഫൈറ്റ് നടക്കും. അവൻ അയാളുടെ ബാഗിലുണ്ടായിരുന്ന പാരച്യൂട്ട് വലിച്ചെടുത്ത് അയാളെ നിലത്തോട് വലിക്കും. ലിലി ഇപ്പോൾ ആരെയോ ഫോൺ വിളിച്ച് പെയിൻറ്റിങ് ഇടാനുള്ള ട്യൂബ് റൂമിലേക്ക് കൊണ്ടുവരാൻ പറയും. ശരിയാ, നമ്മുടെ പെയിൻറ്റിങ് നമ്മുടെ ട്യൂബിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ബോസും പറയും. അയാൾ കത്തിയെടുത്ത് പാരച്യൂട്ട് വലിച്ചു കീറും. ആ കത്തി കൊണ്ട് തന്നെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കും. പക്ഷേ പാരച്യൂട്ടിൻ്റെ ആ കയറ് എവിടെയോ കൊടുങ്ങും. കിട്ടിയ ഗ്യാപ്പിന് ടിയാൻ അയാളെ മലർത്തിയടിച്ച് അവൻ്റെ നടു തകർക്കും. ഇപ്പോൾ പെയിൻറ്റിങ് റൂമിലേക്ക് കൊണ്ടുവരുവാണ്. ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്. ബെല്ലടിക്കുമ്പോൾ ലിലി പോയി ഡോറ് തുറക്കും. പെയിൻറ്റിങ് റൂമിനുള്ളിലേക്ക് ഉന്തിക്കൊണ്ട് പോകും. അവൾ അത് തന്നെ നോക്കി നിൽപ്പുണ്ട്. വേഗം ഇത് തുറന്നു കാണിക്കുക, 8.5 മില്യണിനുള്ളതുണ്ടോ എന്ന് എനിക്കറിയണമെന്ന് ബോസ് പറയും. അവർ ആ പെയിൻറ്റിങ് തുറക്കും. മിസ്റ്റർ ഷാവോ, ഇത് സ്നോപിക് സ്കൂളിൻ്റെ മാസ്റ്റർ പീസാണ്. അടുത്ത തവണ നിങ്ങളിത് വിൽക്കുമ്പോൾ എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടും. എത്രയുണ്ടാവും? മിനിമം 20% അയാൾക്ക് സന്തോഷമാകും. നമുക്കൊരു പിക്ചർ എടുക്കാമെന്ന് അയാൾ പറയും. പെയിൻറ്റിങ് മുന്നിൽ പിടിച്ച് അവരുടെ ഫോട്ടോ എടുക്കും. അയാൾ പതിയെ തോളിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ ട്യൂബുമായി വരും. എന്തൊക്കെയോ പേപ്പറിൽ സൈൻ ചെയ്യാനായി ബോസ് പോകും. ലിലി ആ ട്യൂബ് കയ്യിൽ വാങ്ങി അടപ്പ് തുറന്ന് പതിയെ പെയിൻറ്റിങ് ഉള്ളിൽ വയ്ക്കും. വീണ്ടും അടപ്പ് ഭദ്രമായിട്ട് അടയ്ക്കും. ഇപ്പോൾ വീസലിൻ്റെ പുറകെ ഉണ്ടായിരുന്ന പോലീസുകാർ റൂഫ് ടോപ്പിലെത്തും. അണ്ടർ കവർ ഏജൻ്റ് ആയതുകൊണ്ട് അവർക്ക് ടിയാനെ അറിയില്ല. അവർ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടി അനങ്ങിപ്പോകരുത്, നീ ആരാണെന്ന് ചോദിക്കും. ഞാനൊരു പോലീസുകാരനാ, വേറെ ഒന്നുമല്ല. അവനെ അറസ്റ്റ് ചെയ്യാൻ ലീഡർ പറയും. അപ്പോഴേക്ക് ടിയാൻ്റെ പേര് വിളിച്ച് അവൻ്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരും. ഓ ക്യാപ്റ്റൻ, ഇവൻ നിങ്ങളുടെ ആളായിരുന്നു. ക്യാപ്റ്റൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങും. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിന്റെ ഡ്യൂട്ടി ഗ്രൗണ്ട് ഫ്ലോറിലല്ലായിരുന്നു. ഇയാൾ മുകളിലേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. വേറെ വഴിയില്ലാതെ ഞാൻ പുറകെ വന്നതാണ്. ഇവൻ ഞങ്ങളുടെ സ്റ്റേഷനിലെ കുറച്ച് പിരിവിരിപ്പുണ്ടെങ്കിലും ആളെ മിടുക്കനാണെന്ന് ക്യാപ്റ്റൻ പറയും. ബാക്കി പോലീസുകാർ വീസലിനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോഴാണ് ടിയാൻ അവൻ്റെ ഡ്യൂട്ടിയുടെ കാര്യം ഓർക്കുന്നത്. മുമ്പേ ലിലിയെ പോയി ഇടിച്ചപ്പോൾ മെമ്മറി കാർഡ് അവൻ അവളുടെ ബാഗിലിട്ടിരുന്നു. അവൻ വേഗം താഴേക്ക് ചെല്ലും. ഷിയ അവനെ കണ്ട് ഓടി വന്ന് താങ്ക് യു സോ മച്ച് എന്ന് പറയും. അപ്പോൾ തന്നെ ലിലിയും ബോസും അതുവഴി പോകുന്നത് അവൻ കാണും. അവൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ അവനെ തടയും. അവൻ എങ്ങനെയൊക്കെയോ അവളെ തട്ടിമാറ്റി ഓടി പുറകെ ചെല്ലും. പക്ഷേ അപ്പോഴേക്ക് കാറ് വിട്ടു പോയിരുന്നു. ഇപ്പോൾ ഒരാൾ വന്ന് ഓയാങ്ങിനോട് പറയും, ആ കിളവൻ മരിച്ചുപോയി. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് ഒളിപ്പിച്ചിരിക്കുന്നത് പെയിൻറ്റിങ് ബേബിയിലാണ്. അയാൾ അത് കേട്ട് ഞെട്ടും. അവൻ ഇത്ര ധൈര്യമോ? മാസ്റ്റർ ചൂ, അവനവൻ്റെ ഭാഗ്യം പരീക്ഷിക്കുക. ഇപ്പോൾ ബോസിൻ്റെ വീട്ടിലേക്ക് പെയിൻറ്റിങ് കൊണ്ടുവരും. ലിലി ഗ്ലൗസ് ഒക്കെ ഇട്ട് പതിയെ ട്യൂബിൻ്റെ ക്യാപ്പ് തുറക്കും. അതിൽ നിന്ന് പെയിൻറ്റിങ് പുറത്തെടുക്കും. ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവരുടെ വാൻ യാത്രയും
ടിബറ്റിൻ്റെ മനോഹാരിതയും പെയിൻറ്റിങ്ങിന് പുറകിലെ രഹസ്യവും വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഈ ഡ്രാമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ആദ്യമായി കണ്ട ഡ്രാമ ഇതാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡ്രാമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുമോ?